അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങളും അപകടങ്ങളും തുടർക്കഥയായിട്ടും ഒളിച്ചുകളി തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ്. കേരളത്തിനകത്തേക്കും പുറത്തേക്കും സർവീസ് നടത്തുന്ന ബസ്സുകൾ എത്രയെന്നോ ഇവയുടെ രജിസ്ട്രേഷനെക്കുറിച്ചോ വകുപ്പിന് യാതൊരു ധാരണയുമില്ല. അപകടങ്ങളെക്കുറിച്ചും വിവരശേഖരണം നടത്താറില്ല എന്നാണ് വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന മറുപടി. ജനം ബ്രേക്കിംഗ്. ഒരു മാസം മുമ്പാണ് കൊച്ചി മാടവനയിൽ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത്. പിന്നാലെ സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ലോബിയുടെ നിയമലംഘനങ്ങളും സജീവ ചർച്ചയായിരുന്നു. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന തുടർക്കഥയായിട്ടും ഇവയെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് പോലും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ പക്കലില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയത് വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്ന് മാത്രം. ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചും ദിനംപ്രതി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ എത്രയെന്ന് പോലും മോട്ടോർ വാഹന വകുപ്പിന് അറിയില്ല. ഇത്തരം ബസ്സുകളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും രജിസ്റ്റർ ചെയ്തവ എത്രയെന്ന ചോദ്യത്തിനും വകുപ്പിന് മറുപടിയൊന്നുമില്ല. അഞ്ചു വർഷത്തിനിടെ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ സൃഷ്ടിച്ച അപകടങ്ങളെക്കുറിച്ചോ അതിൽ പൊലിഞ്ഞ ജീവനുകളെക്കുറിച്ച് പോലുമോ സംസ്ഥാനത്തെ മോട്ടോർ വകുപ്പിന് കൃത്യമായ ധാരണയില്ലെന്നതാണ് ഖേദകരം. അപകടങ്ങളും അപകട കാരണങ്ങളും പഠിച്ച് കേരളത്തിലെ നിരത്തുകൾ സുരക്ഷിതമാക്കേണ്ട വകുപ്പ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പോലും സൂക്ഷിക്കാത്തത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.